കലിയുഗരക്ഷകനായി അവതാരമായി വന്നു അനന്തശായിയായി വാഴും പരമാത്മാവേ. കലിയുഗരക്ഷകനായി അവതാരമായി വന്നു അനന്തശായിയായി വാഴും പരമാത്മാവേ. അനന്തമായി സൃഷ്ടി ചെയ്ത ലോകമെല്ലാം രക്ഷ ചെയ്യുവാൻ അനന്തമായി സൃഷ്ടി ചെയ്ത ലോകമെല്ലാം രക്ഷ ചെയ്യുവാൻ ആനന്ദനാമമായി വന്ന ഗുരുവരനേ. ആനന്ദനാമമായി വന്ന ഗുരുവരനേ. കലിയെല്ലാം മുടിച്ചിട്ട് ആനന്ദത്തെ ദാനം ചെയ്യുവാൻ കലിയെല്ലാം മുടിച്ചിട്ട് ആനന്ദത്തെ ദാനം ചെയ്യുവാൻ ശുഭാനന്ദ രൂപമായി വാഴും ദൈവമേ. കലിയെല്ലാം മുടിച്ചിട്ട് ആനന്ദത്തെ ദാനം ചെയ്യുവാൻ ശുഭാനന്ദ രൂപമായി വാഴും ദൈവമേ. ആത്മലോകമങ്ങേ നോക്കി കരയുന്നു കാണണമേ. ആത്മലോകമങ്ങേ നോക്കി കരയുന്നു കാണണമേ. ഇതിൻ്റെ ഒരു ചെറിയ പരിപാടി ഈ ആരാധനയോടൊപ്പം നടത്തുവാനുണ്ട്. തീരെ ചെറുതല്ല, എന്നാലും ആരാധനയുടെ ഇടയിൽ വരുമ്പോൾ അത് ചെറുതാണ്. എങ്കിലും അത് കുഞ്ഞുങ്ങളുടെ ഒരു ഉത്സാഹത്തിന് വേണ്ടിയും നിങ്ങളുടെ എല്ലാം മുന്നിൽ വെച്ച് അതൊന്ന് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ ഉണ്ട്. അരവിന്ദുണ്ടോ? വരിക. ആത്മലാലും കൂടെ വാ. നമ്മുടെ ഉമാദേവി ടീച്ചറുടെയും അനിൽ ഭക്തൻ്റെയും മകനാണ് ഈ വരുന്ന ചെറിയ കുട്ടി. ഒരു ചെറിയ കുട്ടിയല്ലേ? ഇപ്പം എന്തോ പഠിക്കുന്നത്? +2 പഠിക്കുന്ന ചെറിയ കുട്ടിയാണ് കേട്ടോ. കണ്ട +2 എന്ന് പറയുമോ? എല്ലാം സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും സ്വന്തമായിട്ട് കഴിക്കുകയും ചെയ്യുന്ന ആളാണ്. ഒരുപാട് കലകൾ കൈവശമുണ്ട്. ആദ്യം ഞാൻ അറിഞ്ഞു കുക്കിങ്ങൊക്കെ അറിയാമെന്ന്. പല കാര്യങ്ങൾ ഞാൻ ചോദിച്ചു അറിയാൻ വേണ്ടി. വളരെ വിശദമായിട്ട് തന്നെ കുക്കിങ്ങൊക്കെ അറിയാം. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് അറിയത്തില്ല കുക്കിങ്, പലർക്കും. അപ്പം അങ്ങനെ പല വേലകളും അറിയാം എന്ന് നേരത്തെ അറിഞ്ഞിരുന്നു. പക്ഷേ ഈ കാർത്തിക ജന്മനക്ഷത്ര ദിനത്തിൽ മറ്റൊരു കാര്യം കൂടി വളരെ അത്ഭുതമായിട്ട് അറിയുവാനിടയായി. കാരണം എനിക്ക് ഈ ചിത്രം വരയ്ക്കുന്നത്, പാട്ട് പാടുന്നത്, ഇങ്ങനെയുള്ള കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ വളരെ ഇഷ്ടമുള്ള ആളാണെന്ന് പൊതുവെ ആളുകൾക്കൊക്കെ അറിയാം. അപ്പം അതിനിപ്പോൾ ചില ആളുകൾ ചെയ്യുന്ന വേലയെന്ന് പറഞ്ഞാൽ പടം വരയ്ക്കുക, അതുകൊണ്ടുവന്ന് എന്നെ കാണിക്കുക. കുഞ്ഞുങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കുറേയൊക്കെ തെറ്റുകളുണ്ടെങ്കിലും അങ്ങ് അവരെ സന്തോഷിപ്പിച്ചങ്ങ് അയക്കാറുണ്ട്. പക്ഷേ ഞാൻ പലപ്പോഴും രക്ഷിതാക്കളോടും ഇവിടെ നിന്നും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഭഗവാന്റെ പടം വരച്ച് കുഞ്ഞുങ്ങൾ പഠിക്കാൻ പാടില്ല. പഠനം ചെയ്യേണ്ടത് അതിലല്ല. ഇപ്പോൾ ഒരു പടം വരയ്ക്കുമ്പോൾ അത് ഭഗവാന്റെ പടമായാൽ അത് വികൃതമാകുമ്പോൾ വളരെയേറെ വേദന ഉണ്ടാകും കാണുന്നവർക്ക്, ഭക്തിയുള്ളവർക്ക്. എന്തുകൊണ്ടാലും ഭഗവാനാണെന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയവരൊന്നും ലോകത്തിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഉണ്ടോ? ഇങ്ങനെയൊക്കെ എത്തിയവരുണ്ടായിരുന്നു, ഇനിയും ഉണ്ടാവും, ഉണ്ടാക്കണമല്ലോ. പക്ഷേ അങ്ങനെ ചില ചിത്രങ്ങൾ കണ്ട് ഞാൻ വളരെയേറെ വേദനിച്ചിരിക്കുകയായിരുന്നു. ചില ആളുകൾ വരച്ചു കൊണ്ടുവന്നതാണ്, ഒന്നും പറഞ്ഞില്ല. പ്രത്യേകിച്ച് ഒരു കുഞ്ഞു കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു, കുഞ്ഞെ ഇത് അല്ല വരച്ച് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. അവരൊന്നും പറഞ്ഞില്ല, മിഠായിയൊക്കെ കൊടുത്ത് വിട്ടു. അത് കഴിഞ്ഞ് ഒരാൾ കൊണ്ടുവന്നു, അത് അതിനേക്കാൾ വികൃതമാണ്. വളരെ വേദന തോന്നി. അത് സന്തോഷിപ്പിക്കാൻ ചെയ്യുന്നത് വേദനയായി മാറിയാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ ഒരു 5-6 പൊതിയൊക്കെ പൊതിഞ്ഞൊരു പേപ്പർ കൊണ്ടുവന്നു. അത് കണ്ടപ്പോൾ ഇങ്ങടുത്ത്
അത് കണ്ടപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി. ആ സന്തോഷത്തിൽ ഞാനും ഒരു മുട്ടായിയൊക്കെ കൊടുത്തു. എനിക്ക് തോന്നി അത് നിങ്ങളുടെ മുന്നിൽ വെച്ച് അവൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും സ്വീകരിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഈ ആരാധനയുടെ മധ്യത്തിൽ അത് കൊണ്ടുവന്നിരിക്കുകയാണ്. കണ്ടോ? എല്ലാവരും കണ്ടോ? ഫോട്ടോ ഒക്കെ എടുത്തോണേ. സ്വാമിയാരൊക്കെ കണ്ടോ? കാണാൻ പറ്റുമോ? ആ, ഇങ്ങോട്ടൂടെ കാണും. പുറത്തിരിക്കുന്നവർ കണ്ടില്ല. ഇത് ഏകദേശം ഒരു രൂപം തോന്നുന്നുണ്ടോ? അതോ ഏറ്റവും നല്ലതാണോ? ഏറ്റവും നല്ലതാ. എന്നാൽ ഒന്നുകൂടെ കുറച്ച് കൈയടിക്കുക. അത് നേരത്തെ കണ്ട ചിത്രങ്ങളുടെയൊക്കെ സങ്കടം തീർത്ത് ഇത് കൊണ്ടുവന്ന് തന്നതിന് കുഞ്ഞിനെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും സൽബുദ്ധിയും കൊടുത്ത് ജഗദീശ്വരൻ വളർത്തുമാറാകട്ടെ. ഇനി വേറൊരു ചെറിയ കാര്യം കൂടെ ഉണ്ട്. ഈ നിൽക്കുന്ന ഫക്കീറിനെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? സർവജ്ഞാനോത്സവത്തിന് എല്ലാവരും പരിചയപ്പെട്ടതല്ലേ? എന്തോ എൻ്റെ പേര്? തീരെ ഉണ്ണിയല്ല കേട്ടോ. ഇപ്പോഴേ തീരെ ഉണ്ണിയല്ല. ഇന്നലെ 2 ബോക്സ് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. ഒന്ന് ഇന്ത്യ ബുക്സ് ഓഫ് റെക്കോർഡ്, കേട്ടിട്ടുണ്ടോ? നമ്മുടെ പ്രകാശയാത്രയ്ക്ക് കിട്ടിയതാ. ഓർമ്മയുണ്ടോ? ഇത് അവൻ പോയി മേടിച്ചു. എന്തിനാണെന്നറിയോ? അത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഞങ്ങൾ ചിരിക്കുമായിരിക്കും. എന്നാലും എല്ലാവർക്കും ഇല്ലാത്ത കഴിവായതുകൊണ്ടല്ലേ അവാർഡ് കൊടുത്തത്. ഇത് 17 മിനിറ്റും 30 സെക്കൻഡും ഫുട്ബോളുകൻ തലയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും അല്ലേ? തലയും കൊണ്ട് പോകുന്നു അല്ലേ? ഇങ്ങനെയല്ലേ? എൻ്റെ ഒരു കാര്യം അതിന് കിട്ടിയതാ. അപ്പം ഇത് ഇവിടെ വെച്ചെടുത്ത് ഇങ്ങോട്ടില്ലേ, ഇവിടെ വെച്ചെടുത്ത് ഈ ഫോട്ടോ നമ്മൾ ഇതിൻ്റെ ബുക്കിൽ കൊടുക്കും. കാണാവോ? ഫോട്ടോക്കാരാ കാണാവോ? കിട്ടുന്നുണ്ടോ? പിടിച്ചോ, പിടിയടാ, നേരെ പിടിച്ചോ. ഇനിയുണ്ട് ഏഷ്യ ബുക്സ് ഓഫ് റെക്കോർഡ്. നമ്മുടെ അലങ്കൃത നേരത്തെ പോയി മേടിച്ചതാണ് കരുനാഗപ്പള്ളിയിലെ. ഇപ്പോൾ അതാ ഉണ്ണികൃഷ്ണൻ മേടിച്ചു. ഇത് ഏഷ്യ ബുക്സ് ഓഫ് റെക്കോർഡ്. ഇപ്പം ഞാൻ ഇവരുടെ എല്ലാം വക്താവായിരിക്കുകയാണ്, ഏഷ്യ ബുക്സിൻ്റെയും ഇന്ത്യ ബുക്സിൻ്റെയൊക്കെ. അവരുടെ അഡ്ജുഡിക്കേറ്ററൊക്കെ വന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പം ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വളരട്ടെ. ഇനി ഇവൻ്റെ ഒരു ചെറിയ കൃതി നമ്മുടെ ആത്മലാലൂടെ വായിക്കും. പേര് കാർത്തിക പ്രദീപം. എത്രയോ ശുഭതമായി സുഭഗമായി സുഗതമായി ഉരമിന്ന് കാർത്തിക പ്രദീപമായി രസിക്കവേ വാനിലുള്ള താരകൾ മത്സരിച്ചിടുന്നിക ആൺവഴും തൃക്കാർത്തികയിൽ മാണിക്യമായി മാറുവാൻ നിറങ്ങളൊത്ത സന്ധ്യകൾ പടം വരച്ചു നിൽക്കവേ നിറഞ്ഞൊലിച്ച പൂനിലാവിൽ അമ്പരം തണുക്കവേ ഉൾമുനതൻ തുമ്പിലെ നീഹാര ശീകരങ്ങളും ഉൾകിടുന്നു ശൂന്യതയെ കാർത്തിക കാറ്റാകുവാൻ സപ്തസ്വര കന്യകൾ തപസ് ചെയ്തിടുന്നില്ല കാർത്തികയിൽ കീർത്തന സംഗീതിയായി ഒഴുകുവാൻ വാനിട സഭാതലത്തിൽ മാലിന്യം വിടർത്തുവാൻ സപ്തവർണ്ണ ചെക്കുകളും മത്സരിച്ചിടുന്നില്ല കറുത്ത കൊണ്ടലാകവെ തുടച്ചു നീക്കി വാനവർ നറുകുളിർ സുമങ്ങളെ തളിച്ചു വാനിടത്തിലായി സുവാസന വലത്തിടുന്ന മാധവീലതകളെ വിരിച്ചു കാഴ്ചവെച്ചിടുന്നു നന്ദന പൂങ്കാവനം. 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രഹ്മയോഗത്തിൽ പഞ്ചബ്രഹ്മശക്തികളും ഒത്തിണങ്ങി നിൽക്കവേ
അവള ശീതകാലം യാത്ര ചൊല്ലുവാൻ തുടങ്ങവേ അവനി വല്ലരിതൻ തന്ത്രികൾ വീട്ടിയിടവേ പ്രപഞ്ച ശക്തികൾ തൻ കൃത്തട സ്പന്ദങ്ങളിൽ ബ്രഹ്മതാളം ഉയർത്തുണർന്നുപോയി ഈ ഭുവനവേദിയിലെ സർവഘടികാരം ബ്രഹ്മനാഥ വീജികൾ തൻ താളത്തിൽ മിടിക്കുകയായി ശംഖപുഷ്പ പങ്ക്തികൾ മിഴിവിടർത്തിടുന്നൊരാ കുംഭമാസ സന്ധ്യയിൽ ത്രിശങ്കധാരി ജാതനായി സത്യതപോ ജീവിതമാം അഗ്നിപഥം തന്നിലായി സഞ്ചരിച്ചു ദിവ്യ മാതാപിതാക്കൾ തൻ പുത്രനായി കാലമെന്നൊരു അദ്രിശൃംഗമെന്നും നമ്രമൗലിയായി നിൽക്കൂ കാലാതീത ഭക്തിതൻ പദാബ്ജമായത് എങ്കിലും ആ ബ്രഹ്മദേഹം ജാതമായി വന്നതിൽ അർദ്ധശതാബ്ദി ദാസരാഘോഷിച്ചെഴുതുക ബ്രഹ്മതത്വ സമ്മണിത വാണികൾ ചുരത്തുവാൻ ബ്രഹ്മപൂരം കാർത്തികയിൽ വാണിയിടണമേ ചില ഉണ്ണികൃഷ്ണൻ. ഇങ്ങനെയുള്ള സന്താനങ്ങൾ നമ്മുടെ ആദർശത്തിൽ വളർന്നു വരുന്നത് എല്ലാ പ്രകാരത്തിലും നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. അതിനകത്ത് കുശുമ്പും കുനായ്മയും ഒന്നും വെച്ചാലും നടക്കരുത്. എന്നെങ്ങനെങ്കിലുമൊക്കെ കുഞ്ഞുങ്ങൾ നന്നായി വരട്ടെ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാകാവൂ. കാരണം ഇവിടെ ഈ പരസ്പര ബന്ധമില്ലാത്ത ശത്രുതാപരമായ ചില നിലപാടുകൾ ഇപ്പോഴും മനുഷ്യരുടെ കൂടപ്പിറപ്പാണ്. പിഞ്ചു കുഞ്ഞുങ്ങളിൽ പോലും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. രണ്ട് കുഞ്ഞുങ്ങൾ നിൽക്കുന്നിടത്തു നിന്ന് ഒന്നിനെ നമ്മൾ എടുത്താൽ മറ്റേതിൻ്റെ മുഖം പാടും. അത് ജന്മാന്തരമായി ഇങ്ങനെ ചിലതിൻ്റെ കൂടെ ഉള്ളതാണ്. പക്ഷെ അറിവിൽ എത്തിയിട്ടാണ് ഇതിനെയെല്ലാം നമ്മൾ മറികടക്കേണ്ടത്. എനിക്കിങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് തീരുമാനിക്കുന്നതിലല്ല, ഗുരുവിൻ്റെ അറിവിനെ സ്വീകരിച്ച് ജന്മാന്തരമായ പ്രത്യേകതകൾ, മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രത്യേകതകൾ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് പരോപകാരവാർത്ഥമായി വരുന്ന കർമ്മങ്ങളും പ്രവൃത്തികളും പൂർണ്ണമായും ചെയ്ത് മുന്നേറുവാനാണ് മനുഷ്യൻ പഠിക്കേണ്ടത്. അപ്പോൾ ഈ തരത്തിൽ ഇപ്പോൾ നമ്മൾ രണ്ട് കുഞ്ഞുങ്ങളെ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് അനുമോദിച്ചു. വലിയ സമ്മാനങ്ങളൊന്നും കൊടുത്തിട്ടല്ല നമ്മൾ അനുമോദിച്ചത്, വാക്കുകൾ കൊണ്ട് അനുമോദിക്കുന്നു, പ്രാർത്ഥിച്ച് അനുമോദിക്കുന്നു. ഈശ്വരൻ അവർക്ക് ആയുസ്സും ആരോഗ്യവും കൊടുത്ത് സൽബുദ്ധികളായി വളർത്തുവാൻ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഈ പ്രാവശ്യത്തെ നമ്മുടെ കാർത്തിക ജന്മനക്ഷത്രം ആനന്ദകരമായ ഒരവസ്ഥയായിരുന്നു എന്ന് അനുഭവമുള്ളവരൊന്ന് കൈയുയർത്തിക്കണ്ട. ആയിരം 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 പുഷ്പങ്ങൾ നന്ദിയായി പാദത്തിൽ അർപ്പിക്കുന്നേ. ആയിരം 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 പുഷ്പങ്ങൾ നന്ദിയായി പാദത്തിൽ അർപ്പിക്കുന്നേ. സാധ്യമാവാത്തത്ര നന്ദിയുണ്ട്. ആയിരം നാൾ വർണ്ണിപ്പാൻ സാധ്യമാവാത്തത്ര നന്ദിയുണ്ട്. സങ്കൽപ്പിക്കുക, പ്രാർത്ഥിക്കുക, അനുഭവിക്കുക, നന്ദിപ്പെടുക. ഇത് നമ്മുടെ നിയമമാണ്. ആ പ്രകാരത്തിൽ ഇന്നത്തെ ഈ ആരാധനയിൽ ഉന്നതമായ ജന്മനക്ഷത്ര മഹോത്സവത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. എല്ലാവർക്കും ഇപ്പോൾ ഈ കൈകൾ ഉയർത്തി ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള അനുഭവമായിരിക്കും.
പ്രാവശ്യം നമുക്ക് തലശ്ശേരി അടുത്ത് അടയ്ക്കാത്തോടെന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് ഒരാശ്രമത്തിൽ നിന്ന് നമ്മുടെ നാമത്തിലുള്ളതാണെങ്കിലും നമ്മളോട് ചേർന്ന് നിൽക്കുന്നവരല്ല, മറ്റൊരു സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു ആശ്രമത്തിൽ നിന്ന് കുറച്ച് പേരൂടെ വന്നിരുന്നു. ഇന്ന് പ്രഭാതത്തിൽ അവരെ കൊണ്ടുവന്ന ആൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറഞ്ഞു, വന്നവരൊക്കെ എന്ത് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു? അപ്പം ഓരോരുത്തർക്കും ഓരോ വിധത്തിലുള്ള അനുഭവങ്ങളാണ്, ഓരോ വിധത്തിലുള്ള അനുഭവങ്ങൾ. ഇപ്പം എല്ലാം ഞാൻ ഇവിടെ ഒന്ന് വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെ വന്ന് ഓരോ കർമ്മത്തിലും പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം. അതിനേക്കാൾ ഉപരിയായ നിലയിൽ അവർക്കെല്ലാം അനുഭവം ഉണ്ടായവർ വീണ്ടും വരാൻ ആർത്തിയോടെ കാത്തിരിക്കുന്നു. അവരൊന്നാകെ ആ കുടുംബവും ആ ആശ്രമവും, കുടുംബങ്ങളും ആശ്രമവും എല്ലാം ഒന്നിച്ച് ഈ സംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കുവാനായി ആഗ്രഹിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുകയും അവരപേക്ഷ നമ്മുടെ ഗീതാൻ സ്വാമിയുടെ കൊടുത്തിട്ടുമാണ് പോയത്. ഉത്തമവുമായ ഒരു കർമ്മ പൂർത്തീകരണം, ഉന്നതനും ഉത്തമനുമായ മഹാശക്തിയുടെ കാരുണ്യമാണ്. ഉന്നതവും ഉത്തമവുമായ ഒരു കർമ്മ പൂർത്തീകരണം, ഉന്നതനും ഉത്തമനുമായ ഗുരുവിന്റെ മഹാകാരുണ്യമാണ്. ആ കാരുണ്യമാണ് നമ്മൾ കാർത്തിക മകയിരം ജന്മനക്ഷത്രത്തിൽ അനുഭവിച്ചത്. ആ അനുഭവത്തെയാണ് ചുരുക്കം ചില സന്താനങ്ങളിലൂടെ ഇപ്പോൾ വർണ്ണിച്ച് നിങ്ങൾ കേട്ടത്. ഇനിയും അനേകം സന്യാസിമാരും അതുപോലെയുള്ള ഭക്തജനങ്ങളും ഒക്കെ ഇരിപ്പുണ്ട്.
ഇനി അനേക സന്യാസിമാരും അതുപോലെയുള്ള ഭക്തജനങ്ങളൊക്കെ ആരേത് വിധത്തിൽ വർണ്ണിച്ചാലും, ഏതെല്ലാം ഭാഷകൾ ഉപയോഗിച്ചാലും, എത്ര കർണമനോഹരമായി അവതരിപ്പിച്ചാലും, എല്ലാത്തിനും അടിസ്ഥാനമായി നിൽക്കുന്ന എന്താണ്? കരുണാനിധേ, കരുണാനിധേ, അങ്ങേ കരുണയല്ലാതെ ഇല്ലേ, 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 ഇഹപരലോകമായി കാണുന്നതൊക്കെയും കാരുണ്യം മാത്രമല്ലോ, ഇഹപരലോകമായി കാണുന്നതൊക്കെയും കാരുണ്യം മാത്രമല്ലോ, കാരുണ്യത്താൽ മർത്യ ജന്മമെനിക്കേകി എന്നും വളർത്തിടുന്നു, 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 കാരുണ്യ ഹൃദയത്തിൽ ചേർത്തെടുത്തു എന്നെ ആനന്ദിപ്പിച്ചിടുന്നു, 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 അപ്പൊ നമ്മൾ സങ്കല്പിക്കുക, പ്രാർത്ഥിക്കുക, അനുഭവിക്കുക, നന്ദിപ്പെടുക എന്നൊരു നിയമം ഞാൻ ആദ്യമേ അറിയിച്ചു. വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ സ്ഥാപിച്ച നിയമമാണിത്. ലോക സൃഷ്ടി സംഭവിച്ച അതേ നിയമത്തിലാണ് ആത്മബോധോദയ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? സൃഷ്ടിക്കാദിയിൽ താൻ തന്നെ തന്നോട് ആലോചിച്ചാണ് സൃഷ്ടിലോകത്തെ വ്യവസ്ഥപ്പെടുത്തിയത്. ഒന്നും ഉപമിക്കാനോ ഒന്നും താതാത്മ്യപ്പെടുത്താനോ ഇല്ലാത്ത ആ സാഹചര്യത്തിൽ ആദ്യം തന്നോട് തന്നെ താൻ തന്നെ ആലോചിച്ച് തന്റെ ഉള്ളിൽ സങ്കല്പിച്ചുരുവാക്കിയതാണ് ഈ കാണുന്ന സൃഷ്ടിലോകം.
സങ്കല്പിച്ചുരുവാക്കിയതാണ് ഈ സൃഷ്ടിലോകം. അപ്പോൾ ആദ്യത്തെ സങ്കല്പം അവിടെ സംഭവിച്ചതാണ്. അപ്പോൾ ആദ്യത്തെ സങ്കല്പം അവിടെ സംഭവിച്ചതാണ്. അപ്പോഴാണ് ആ സങ്കല്പത്തിന്റെ ഒടുവിൽ സങ്കല്പ പൂർത്തീകരണം എന്നതുപോലെ സൃഷ്ടിലോകം അനുഭവമായി വന്നത്. അപ്പോഴാണ് ആ സങ്കല്പത്തിന്റെ ഒടുവിൽ സങ്കല്പത്തിന്റെ പൂർത്തീകരണം എന്ന നിലയിൽ സൃഷ്ടിലോകം അനുഭവമായി അപ്പൊ വന്നത്. ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് സൃഷ്ടിലോകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് സൃഷ്ടിലോകം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അറിവ്, കർമ്മം, അനുഭവം എന്ന വ്യവസ്ഥയിൽ ഇതിനെ പൂർത്തീകരിക്കണം എന്ന് മർത്തിലോകത്തോട് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അറിവ്, കർമ്മം, അനുഭവം എന്ന വ്യവസ്ഥയിൽ ഇതിനെ പൂർത്തീകരിക്കണമെന്ന് മധ്യലോകത്തെ അറിയിച്ചു. അപ്പോൾ അതിന് സങ്കല്പം അത്യാവശ്യമാണ്. അപ്പോൾ സങ്കല്പം ഒരു അത്യാവശ്യമാണ്. കാര്യം നടക്കുവാൻ അറിയിച്ചിരിക്കുന്നു. ഒരു കാര്യം നടക്കാൻ കൽപ്പിച്ച എന്നെ വീണ്ടെടുത്ത് രക്ഷിച്ച എന്റെ ഉടമസ്ഥൻ, എന്നെ വീണ്ടെടുത്ത് രക്ഷിച്ച എന്റെ ഉടമസ്ഥൻ, എന്നെ എന്നും ആനന്ദത്തിൽ വളർത്തുന്ന എന്റെ ഉടമസ്ഥൻ എന്നെ എന്നും ആനന്ദത്തിൽ വളർത്തുന്ന എന്റെ ഉടമസ്ഥൻ ഇതാ അറിയിച്ചിരിക്കുന്നു, ഇന്നതുപോലൊരു കാര്യം നടക്കണം. ഇതാ കൽപ്പിച്ച് അറിയിച്ചിരിക്കുന്നു, ഇന്നതുപോലെ ഒരു കാര്യം ആ നടക്കണം. കാര്യത്തിന് വേണ്ടി പരിപൂർണ സമർപ്പണത്തോടുകൂടി സങ്കല്പം ചെയ്യുകയും പരിശുദ്ധ ജീവിതം ചെയ്യുകയും ചെയ്യേണ്ടത് മനുഷ്യാത്മാക്കളുടെ ആ കടമയാണ്. കാര്യനിർവഹണത്തിന് വേണ്ടി പരിപൂർണമായ പരിശുദ്ധ ജീവിതം ചെയ്യുകയും സങ്കല്പം ചെയ്യുകയും ചെയ്യേണ്ട മധ്യങ്ങളുടെ ആവശ്യമാണ്. അങ്ങനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഭവം ഉണ്ടാകുന്നു. അനുഭവം ഉണ്ടാകുന്നു. ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആനന്ദിക്കുന്നത്. ആ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ആ ആനന്ദത്തെയാണ് പിന്നെ സാക്ഷീകരിച്ച് നന്ദിപ്പെടുന്നത്. ആ അനുഭവത്തെയാണ് പിന്നെ സാക്ഷീകരിച്ച് നന്ദിപ്പെടുന്നത്. ഈ എല്ലാ അവസ്ഥയിലും, ഈ എല്ലാ അവസ്ഥയിലും ഏതെല്ലാം അവസ്ഥയിൽ സങ്കല്പിക്കുമ്പോഴും, പ്രാർത്ഥിക്കുമ്പോഴും, അനുഭവിക്കുമ്പോഴും, നന്ദിപ്പെടുമ്പോഴും അടിസ്ഥാനമായി നിൽക്കുന്നത് എന്തുമാത്രമാണ്? അടിസ്ഥാനമായി നിൽക്കുന്നത് എന്തുമാത്രം? കരുണാനിധേ സങ്കല്പിക്കുവാനുള്ള ശക്തി ലഭിക്കുകയില്ല. ആ കാരുണ്യമില്ലാതെ ഒരാളിന് സങ്കല്പിക്കുവാനുള്ള ശക്തി അതിന് എത്ര പരിശീലനം കൊടുത്താലും, എത്ര കാര്യപരിപാടികൾ ബന്ധിപ്പിച്ച് നിലനിർത്തി എന്ന് പറഞ്ഞാലും, അതിനിടയിൽ നിൽക്കുമ്പോഴും എനിക്ക് അത്യാവശ്യം ഒരു കാര്യം സാധിക്കാനുണ്ടെന്നുള്ള ചിന്ത വരും. കാരണം യഥാർത്ഥ കർമ്മത്തെ, അതിന്റെ സങ്കല്പത്തെ പൂർണ്ണമായി ചെയ്യുവാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാണ് മനസ്സ് പതറിപ്പോകുന്നത്. കൃത്യമായി രണ്ടു നേരം ഒരു പ്രാർത്ഥന അതിന്റെ പേരിൽ വെച്ചിട്ടുണ്ട്. പല ആളുകൾ അതിൽ കൂടുതൽ ചെയ്യുന്നവരുണ്ട്. കൃത്യമായ അതിന്റെ സങ്കല്പം എന്ന് പറയുമ്പോൾ ആദ്യന്തം ആ സങ്കല്പത്തിൽ നിലകൊള്ളുക എന്നുള്ളതാണ്. അതിന്റെ ഒരു ചടങ്ങ് മാത്രമാണ് ഈ രണ്ടു നേരം ദക്ഷിണ വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അത് പൂർത്തീകരിക്കാൻ കഴിയാതെ പോകുമ്പോൾ, ആ പ്രാർത്ഥിക്കുന്ന സമയമാകുമ്പോൾ പോലും ഇതൊന്ന് തീർത്തിരുന്നെങ്കിൽ പോയി മറ്റേ ജോലി ചെയ്യാമായിരുന്നുള്ള ചിന്ത വരും. വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാവുന്നൊരു ചിന്ത വരും. എന്തുകൊണ്ട്? ആ കാരുണ്യത്തിൽ കൂടിയുള്ള മനഃശക്തി ആത്മാവിൽ സിദ്ധിച്ചിട്ടില്ല എന്നാണ് അതിന്റെ സത്യം. മനഃശക്തി ഉണ്ടായ ഒരാളാണെങ്കിൽ എന്തെല്ലാം മുടങ്ങട്ടെ, എന്തെല്ലാം തകരട്ടെ, എനിക്കുള്ളതെല്ലാം നശിക്കട്ടെ, എന്നാലും എന്റെ ഗുരു എന്നെ ഏൽപ്പിച്ച സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുമെന്നുള്ള തീരുമാനം ഉണ്ടാകും. അങ്ങനെയുള്ളവരെ ആദ്യമൊക്കെ നാട്ടി നോക്കും, ഒന്ന് കുലുക്കി നോക്കും, ഒന്ന് പൊക്കി എറിഞ്ഞു നോക്കും, വെള്ളത്തിലൊന്ന് മുക്കി നോക്കും, തീയത്തൊന്ന് വെച്ച് നോക്കും, തണുപ്പത്തൊന്ന് ഇരുത്തി നോക്കും. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. പക്ഷെ ചെയ്യുന്നത് ഏത് തൃക്കരം കൊണ്ടാണ്? ആ കരുണാതൃക്കരം കൊണ്ടാണ്. അവിടെ നിന്ന് വിട്ടൊരു കളിയുമില്ല. എന്തുകൊണ്ട്? തന്റെ കർമ്മം ഏറ്റെടുത്ത് കർമ്മിക്കാനാണ് ഇവൻ പ്രയാസപ്പെടുന്നതെന്ന് തന്റെ ഹൃദയത്തിൽ അറിയുന്ന പോലെ വേറെ ആരും അറിയുന്നില്ല. കരുണാനിധേ സങ്കല്പത്തിൽ നിലനിർത്തുന്നത്. ആ കാരുണ്യമാണ് പ്രാർത്ഥിക്കാനുള്ള ഊർജം തരുന്നത്. ആ കാരുണ്യം തന്നെയാണ് നമ്മളെ അനുഭവത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഇതെല്ലാം അനുഭവിച്ചു,
ഇതെല്ലാം അനുഭവിച്ചു, സങ്കല്പിച്ചു, പ്രാർത്ഥിച്ചു, അനുഭവമായി. സങ്കല്പിച്ചു, പ്രാർത്ഥിച്ചു, അനുഭവമായി. അത് നന്ദിയോടുകൂടി ഓർക്കാൻ കഴിയണമെങ്കിലും ഈ കാരുണ്യം ഉണ്ടാകണം. നന്ദിയോടുകൂടി ഓർക്കാൻ കഴിയണമെങ്കിലും ഈ കാരുണ്യം. അല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ എന്തായിരിക്കും? ഞാൻ എന്നെ പോലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാ ഇതെല്ലാം നടന്നതെന്നൊരു അഹങ്കാരമായിരിക്കും ഉണ്ടാകും. ഞാൻ എന്നെ പോലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇതെല്ലാം നടന്നതെന്നുള്ള അഹങ്കാരമായിരിക്കും. ആ അഹങ്കാരവും കൊണ്ട് നിന്നാൽ പിന്നെ ഈ സങ്കല്പം നടക്കുകയില്ല. ആ അഹങ്കാരവും കൊണ്ട് നിന്നാൽ പിന്നെ ഈ സങ്കല്പം, പിന്നെ ഈ അനുഭവവും ഉണ്ടാവുകയില്ല. ഓ, പൂർണ്ണമായും അറിയേണ്ടത് എന്താണ്? കരുണാനിധേ എന്റെ നമ്മുടെ ശ്യാംകുമാർ സാക്ഷി പറഞ്ഞപ്പോ ഒരു കീർത്തനവാദ്യം പാടി. ഏത് കീർത്തനമായിരുന്നു? സർവലോക സൃഷ്ടിതാവാം ജഗദീശ്വരൻ കരുണയായി തന്ന സ്വത്ത് അതിനു മുമ്പ് പ്രസംഗിച്ച സുഭാഷ് ഭക്തനും അതിനു മുമ്പ് കവിത പാടിയ ആത്മലാലും എല്ലാവരും ഇഷ്ടംപോലെ വേദികളിൽ അങ്ങനെ ഉന്നതമായ പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന ആളുകളാണ്. ശ്യാംകുമാറും ഈ വേദിയിൽ അനേകം തവണ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. സിംഗപ്പൂരിൽ നല്ല ഒന്നാം തരം സമ്മേളനമൊക്കെ സംഘടിപ്പിച്ച് അതിന് നേതൃത്വം കൊടുക്കാറുണ്ട്, അവിടെ പ്രസംഗിക്കാറുണ്ട്. വലിയ ഒരു കമ്പനിയുടെ നേതൃത്വം വഹിക്കുകയും അതിന്റെ അനുബന്ധമായ സമ്മേളനങ്ങൾ നടത്തുകയും ചെയ്യാറുണ്ട്. അവിടുത്തെ മന്ത്രിമാരും പ്രധാനമന്ത്രിയും ഒക്കെ ഉൾപ്പെടുന്ന വലിയ വേദിയിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. അതുപോലെ അനേകം കാര്യങ്ങൾ നമ്മുടെ ഈ ആദർശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. എങ്കിലും ഈ വേദിയിലോട്ട് വന്ന് നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു വിറയലും ഒരു ഭയവും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. എങ്ങനെയുള്ളവർക്ക്? ഇത് ദൈവസന്നിധാനമാണെന്നും ദൈവവും ദൂതന്മാരും ഇരിക്കുന്ന സ്ഥലമാണിതെന്നും സാധാരണക്കാരായ ഞങ്ങളെ ഇവിടേക്ക് പ്രവേശിപ്പിക്കുന്നത് ഭഗവാന്റെ കാരുണ്യമാണെന്നും ചിന്തിക്കുമ്പോൾ ഒരു വിറയലും ഒരു ഭയവും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ തൊട്ടടുത്ത ആ വരി അങ്ങ് മറന്നുപോയി. അഖിലാത്മ ഒരിക്കലും അതൊരു കുറവായിട്ട് പറയുകയല്ല, കുറവ് വന്നതുമല്ല. ഈ ഭയം എല്ലാവർക്കും ഉള്ളതാണ്. എല്ലാ പ്രാസംഗികന്മാർ വന്നാലും ഈ അപ്പുറത്തെ വേദി നിർത്താമെങ്കിൽ ഒരുപക്ഷെ അവർ പ്രസംഗിക്കും. ഇവിടെ വരുമ്പോ എല്ലാവർക്കും നമ്മുടെ സുഭാഷ് ഭക്തൻ ഗംഭീര പ്രാസംഗികനായി കാണുന്നൊന്നും അല്ല അദ്ദേഹത്തിന്റെ പ്രസംഗമൊന്നും. ആദ്യത്തെ വീർപ്പുമുട്ടലും ദീർഘവിശ്വാസവും ഒക്കെ നിങ്ങൾ വൈക്കിക്കൂടെ തന്നെ കേട്ടില്ലയോ? അദ്ദേഹം അറിയുന്നില്ല ഇതൊന്നും. കാരണം ഇവിടെ വരുമ്പോ അങ്ങനെയാണ് അതിന്റെ അവസ്ഥ. പക്ഷേ ആ വരി, ഏത് വരി? ഈ വിട്ടുപോയ വരി ഏതാണ്? അത് തന്നെയാണ് അതിന്റെ പരിപൂർണ സത്യം. അത് തന്നെയാണ് ഞാനിപ്പോൾ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വാക്ക് അവിടെ വിഴുങ്ങിപ്പോയി അല്ലെങ്കിൽ മറന്നുപോയി എങ്കിലും അതിന്റെ വർണ്ണനം ആ സത്യത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കരുണാനിധേ എന്റെ കരുണാനിധേ
കഴിയുന്നത് അവരിലാണ് ഈ അനുഭവം സ്ഥിരമായി നിലകൊള്ളുന്നത്. ഏതനുഭവം? ആനന്ദാനുഭവം. എന്തുകൊണ്ട്? അവർ നന്ദിയുള്ളവരാണ്, അവർ ഭക്തിയുള്ളവരാണ്, അവർ വിനയമുള്ളവരാണ്, അവർ അനുസരണമുള്ളവരാണ്. അവരെപ്പോഴും ഈ സങ്കല്പത്തിലും പ്രാർത്ഥനയിലും ഒക്കെ മുഴുകി ജീവിക്കാൻ തൽപരരായിരിക്കും. അവർക്കതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു ഭാരമായിട്ട് അവർക്ക് തോന്നുകയില്ല. അതിൽ നിന്ന് മാറുമ്പോഴാണ് ഒരു ബുദ്ധിമുട്ട്. ഇപ്പോ വിദേശ രാജ്യത്ത് നിന്ന് അനേകം സന്താനങ്ങൾ നമ്മുടെ ഈ കാർത്തിക മകയിര ജന്മനക്ഷത്രത്തിന് എത്തിച്ചേർന്നു. അങ്ങനെ വന്നതാണ് നമ്മുടെ ശ്യാമം. മസ്കറ്റിൽ നിന്ന്, ദുബൈയിൽ നിന്ന്, കുവൈറ്റിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, അതുപോലെ ചെന്നൈയിൽ നിന്ന് എല്ലാം സന്താനങ്ങൾ വന്നു ചേർന്നു. ഒന്നോ രണ്ടോ ദിവസം നടക്കുന്ന ഈ കാര്യത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി. എന്തുകൊണ്ടാണ് ആ ചിന്ത ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ആഗ്രഹം ഉണ്ടാകുന്നത്? ഗുരുവിൽ നിന്ന് ലഭിക്കുന്നതാണ് എനിക്കുള്ളതെല്ലാം എന്ന ആ ചിന്തയും ആ ഓർമ്മയും ആ നന്ദിയും ഉള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ളവരെ ഒരിക്കലും കരുണാനിധി കൈവിടുകയില്ല. നന്ദിയോടും ഭക്തിയോടും ആശ്രയിച്ചു ജീവിക്കുന്ന, നന്ദിയോടും ഭക്തിയോടും ആശ്രയിച്ചു ജീവിക്കുന്ന ഭക്തരായവർക്കു നിത്യം അനുഭവിക്കാം. നന്ദിയോടും ഭക്തിയോടും ആശ്രയിച്ചു ജീവിക്കുന്ന, നന്ദിയോടും ഭക്തിയോടും ആശ്രയിച്ചു ജീവിക്കുന്ന ഭക്തരായവർക്കു നിത്യം അനുഭവിക്കാം. അപ്പൊ നമ്മുടെ പിതാവ് കൂടിയായ പുരുഷൻ സാർ ഇവിടെ ഒന്ന് സാക്ഷി പറഞ്ഞു. പറഞ്ഞ 47 വർഷം മുമ്പുണ്ടായ ഒരു തിരുശബ്ദം ഇപ്പോൾ പ്രാവർത്തികമായി എന്ന് പറഞ്ഞ് കണ്ണുനീരോടുകൂടി നന്ദി അർപ്പിക്കുകയാണ്. അപ്പൊ പലരും വിചാരിക്കും അത് എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം വന്നത്? ഇതിനു മുമ്പും പല വീടുകൾ വെക്കുകയും താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ആ യഥാർത്ഥാവസ്ഥയിലേക്ക് ആ കൽപ്പന പ്രകാരമുള്ളതായിരുന്നില്ല. ആ കൽപ്പനയിൽ എത്തുന്നത് വരെയാണ് ഈ യാത്ര തുടർന്നത്. അതിന് അത് രൂപപ്പെട്ടു വരേണ്ട പല കാര്യങ്ങളും അതിൽ കിടന്ന് രൂപപ്പെട്ടതിന് ശേഷമേ ആ കൽപ്പനകളൊക്കെ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ഇപ്പോൾ പുട്ടുപുഴുങ്ങി കഴിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരു കുടുംബാംഗങ്ങൾ അതിന് തയ്യാറെടുക്കുകയാണ്. ഒരു 4 കുറ്റി പുട്ട്, 4 പേരുള്ള ഒരു കുടുംബമാണ്. 4 കുറ്റി പുട്ട് പുഴുങ്ങണമെന്ന് തീരുമാനിച്ചു. അതിനുള്ള അരിപ്പൊടി എടുത്ത്, തേങ്ങ ചേർത്ത്, ഉപ്പും വെള്ളവും ഒക്കെ ചേർത്തതിനെ വേണ്ട വിധത്തിൽ പാകപ്പെടുത്തി പുരട്ടി ഒരുമിച്ച് അങ്ങ് ചെയ്തേക്കാന്ന് വെച്ചാൽ ഒന്നിച്ച് കുറ്റിയിൽ അങ്ങ് നിറച്ച് ആവിക്ക് അങ്ങ് വെച്ചു. 4 കുറ്റി പുട്ടിനുള്ള പൊടി ഒരു കുറ്റിക്കകത്ത് അങ്ങ് നിറച്ചു വെച്ചു. എങ്ങനെ ഇരിക്കും പുട്ട്? വേവുമോ? ഒരു കാരണവശാലും അതിൽ നിന്ന് ഒരു അണുമാത്ര പോലും ആവി മുകളിലോട്ട് വരികയില്ല. കാരണം വായു സഞ്ചരിക്കാനുള്ള സ്ഥലം അതിനിടയിലില്ല. വെടുക്കുറ്റി നിറയ്ക്കുന്ന പോലെ ആ പുട്ടുകുറ്റി നിറച്ചു വെച്ചത്. അത് വേവുകയുമില്ല, ഭക്ഷിക്കാൻ ഒക്കുകയുമില്ല. അപ്പൊ അതിൻ്റെതായ ഒരു സമയമെടുത്ത് അതിന്റെ ക്രമമനുസരിച്ച് അത് കുറ്റി ചരിച്ചു പിടിച്ച് കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് അത് കൂടുതൽ അമങ്ങാതെ അങ്ങോട്ട് വെച്ച് ആവി കയറ്റുമ്പോ അത് പൊങ്ങി ആവി ഇങ്ങനെ വരുമ്പോ എടുത്ത് ഉപയോഗിക്കാം. അതിനൊരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ 4 കുറ്റി നമുക്ക് വേവിച്ചെടുക്കാം. അതിന് പകരം ഇത് ഒന്നിച്ചിട്ട് അങ്ങ് വേവിച്ച് കളയാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ഇതുപോലെ ആ ഭവനത്തിൽ ജനിച്ച് ജീവിച്ച് കർമ്മിച്ച് ശുദ്ധീകരിച്ച് വരേണ്ടതായ ആത്മാക്കളെ എല്ലാം
അവിടെ നിലനിർത്തിക്കൊണ്ട് ശുദ്ധീകരിക്കുവാൻ വേണ്ടി ദൈവം ചെയ്ത കർമ്മങ്ങളായിരുന്നു ഇതിനു മുമ്പ് നടന്നതെല്ലാം. ആ ഭവനത്തിൽ ജനിച്ച് ജീവിച്ച് ശുദ്ധീകരിച്ച് വരേണ്ട, കർമ്മിച്ച് ശുദ്ധീകരിച്ച് വരേണ്ട ജന്മങ്ങളെ എല്ലാം ശുദ്ധീകരിച്ചെടുക്കുവാൻ വേണ്ടിയാണ് അവിടെ ഈ കർമ്മങ്ങൾ. ഇതിനു മുമ്പുള്ള കർമ്മമെല്ലാം അതിന് നടന്നതായിരുന്നു. ഇതിനു മുമ്പുള്ള കർമ്മങ്ങൾ ഇനിയും അത് നടക്കുകയാണ്, ഇനിയും അത് തുടരുകയാണ്. എങ്കിലും ആ കർമ്മം അങ്ങനെ പൂർത്തീകരിക്കുവാൻ വേണ്ടി, ഈ അവസ്ഥയിലൊക്കെ എത്തിച്ചേരുവാൻ വേണ്ടി ആ സാഹചര്യങ്ങളൊക്കെ അവിടെ നിലനിർത്തിയതും ഈ കൽപ്പന തന്നെയാണ്. ആ ഒരു 10-40 വർഷം മുമ്പാണ് ഈ ഭവനവും ഈ രീതിയിലുള്ള സാഹചര്യവും എങ്കിൽ, ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഇത്രയും ഒരുക്കം അവിടെ നടക്കുകയില്ലായിരുന്നു. കാരണം ആ ദുഃഖങ്ങളും ദാരിദ്ര്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ട് വളർന്നു വരേണ്ട ആത്മാവിനെ ആ വിധത്തിൽ തന്നെ വളർത്തുവാൻ ദൈവം തീരുമാനിച്ചു. എന്തുകൊണ്ട്? പാകപ്പെടേണ്ടതുപോലെ പാകപ്പെട്ടെങ്കിലേ പരിപൂർണ സുഖവും മധുരവും ലഭിക്കുകയുള്ളൂ. അങ്ങനെ മധുരമുള്ള വസ്തുക്കളെ രൂപപ്പെടുത്തുവാൻ, ഗുണമുള്ള വസ്തുക്കളെ രൂപപ്പെടുത്തുവാൻ, മുത്തുരത്നങ്ങളെ വാർത്തെടുക്കുവാൻ സദ്ഗുരുവാകുന്ന ശില്പി തന്നെ വന്ന് തന്റെ കർമ്മം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എളുപ്പം വേണമെന്ന് പറഞ്ഞ് പുട്ടുകുറ്റി വാരി നിറയ്ക്കുന്ന പോലെ ആരും നിറയ്ക്കാൻ തീരുമാനിക്കരുത്. അങ്ങനെ ആശ്രയിച്ച് 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 ജീവിക്കണം. അടിപണിയൊന്നു നാഥ പരമപാദാരവിന്ദേ, അടിപണിയൊന്നു നാഥ പരമപാദാരവിന്ദേ, അടിയനാലൊരു കഴിവൊഴിഞ്ഞില്ലേ നാഥാ. അപ്പൊ ശാന്തിയും സമാധാനവും വളരെ അത്യാവശ്യമാണ്. എങ്കിലേ ഗുരുവിന്റെ കൽപ്പനകളെ പാലിച്ച് ജീവിക്കുവാൻ കഴിയുള്ളൂ. വെക്കടാ കെട്ടടാ പിടിയടാ എന്ന് പറഞ്ഞ് ഓടി നടന്നൊന്നും ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല ഗുരുകൽപ്പനകൾ. നമുക്ക് വേണ്ടത് ശാന്തിയും സമാധാനവുമാണ്. ആ ശാന്തിയും സമാധാനവും ലോകത്തിൽ നിലനിർത്തുവാൻ വേണ്ടി ശാന്തി സ്വരൂപനാകുന്ന ഗുരു അവതാരമായി വന്ന് ശാന്തി മാർഗത്തെയാണ് തെളിയിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരുവിനെ ശാന്തിരൂപൻ എന്നുകൂടി വിശേഷിപ്പിക്കുന്നത്. ആ ശാന്തി സ്വരൂപനാകുന്ന പരമഗുരുവിന്റെ പരമഭക്തരായി ലോകത്തിൽ ജീവിതം ചെയ്യുമ്പോൾ ലോകവാസികൾക്ക് പലവിധത്തിലുള്ള കുറവുകളും പോരായ്മകളും ഒക്കെ ദർശിക്കാൻ ഇടയായേക്കാം. പക്ഷേ ഗുരുവിനെയും ഗുരുവിന്റെ ശബ്ദങ്ങളെയും പാലിച്ചു ജീവിക്കുന്ന ഒരു ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതൊരു പരിഹാസമായിട്ടോ നിന്ദകളായിട്ടോ തോന്നുകയില്ല, ഒരു കുറവായിട്ട് തോന്നുകയില്ല. എന്റെ ഗുരു അറിയാത്തതൊന്നും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നില്ല. ഒരു മണൽത്തരിയുടെ പുറത്തിരിക്കുന്ന മണൽത്തരി താഴോട്ടൊന്ന് മറിഞ്ഞു വീഴണമെങ്കിൽ എന്റെ ഗുരു അറിയാതെ കഴിയില്ല എന്ന് അറിവുള്ളവർക്കറിയാം. അങ്ങനെ അറിവുള്ളോരുള്ളിൽ ഗുരുവുണ്ടെന്നുള്ള അറിയണമോ എന്നും ആത്മാക്കൾ. ഗുരുവിന്റെ അധിവാസമുണ്ട്.
ആ അധിവാസമാണ് നമുക്ക് ആനന്ദം തരുന്നത്. ആ അധിവാസമാണ് നമുക്ക് അപ്പോ സങ്കല്പങ്ങളും പ്രാർത്ഥനകളും നേർച്ചകളും ഈ വിധത്തിലുള്ള അപേക്ഷകളും എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഓരോന്നും അനുഭവിക്കുമ്പോൾ എന്റെ ശിഷ്യന്മാരായ നിങ്ങൾ ഓരോരുത്തരും എപ്പോഴും അറിഞ്ഞുകൊള്ളുക, എപ്പോഴും ഓർത്തുകൊള്ളുക, ഞാനായിട്ടൊന്നുമില്ലേ, എനിക്കായിട്ടൊന്നുമില്ലേ, ഭഗവാനല്ലാതെ ഒന്നും എനിക്കായി കാണുന്നില്ലേ. അങ്ങനെ തീരുവാൻ, അങ്ങനെ ചിന്തിക്കുവാൻ, അങ്ങനെ ജീവിക്കുവാൻ കഴിയുന്നതാണ് യഥാർത്ഥമായ ഗുരുശിഷ്യ ബന്ധം. നമ്മൾ പുറമെ പാട്ടുപാടുകയും അകമേ മറ്റൊന്ന് വെച്ച് നടക്കുകയും ചെയ്താൽ ഒരിക്കലും അത് പൂർത്തീകരിക്കപ്പെടുകയില്ല. വലിയ തത്വങ്ങളൊക്കെ നമുക്ക് പഠിച്ചു വെച്ച് പ്രസംഗിക്കാം, അത് ഗ്രന്ഥപാരായണം കൊണ്ട് നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആത്മപരിശുദ്ധിയിൽ കൂടി ആത്മാവിൽ തെളിഞ്ഞു വരുന്ന ആത്മജ്ഞാനത്തെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായി ദാനം ചെയ്യണമെങ്കിൽ, ആത്മജ്ഞാനത്തെ പ്രകാശിപ്പിക്കണമെങ്കിൽ ആ സദ്ഗുരുവിന്റെ അധിവാസവും കാരുണ്യവും ഉണ്ടെങ്കിലേ കഴിയൂ. അധിവാസം പരിശുദ്ധ സ്ഥലത്ത് മാത്രമാണ്. പരിശുദ്ധമാക്കുവാനുള്ള പരിശുദ്ധ ജ്ഞാനമാണ് പരമഗുരു ദാനം ചെയ്യുന്നത്. ആ പരമഗുരുവിനെ ആ അണുവിട തെറ്റാതെ പരിപാലിച്ച് ജീവിതം ചെയ്താൽ ആത്മജ്ഞാനങ്ങൾ ആത്മാവിൽ തിളങ്ങി വരുന്നതും വിളങ്ങി പ്രശോഭിക്കുന്നതും കാണുവാനിടയാകും. ആ കാഴ്ചയാണ് ആത്മാവിന്റെ ആനന്ദം. അങ്ങനെ ആത്മലോകത്തെ എന്നും പരമാനന്ദത്തിൽ വളർത്തുവാൻ കരുണയോടുകൂടി തിരുവവതാരം ചെയ്തു വാഴുന്ന മഹാഗുരുവിന്റെ മാറി മാറിയുള്ള ശരീരവാഴ്ചകൾ ഓരോന്നും അതിൻ്റെതായ വിലയനുസരിച്ച് അതിൻ്റെതായ നിലയനുസരിച്ച് ചിന്തിക്കുകയും നന്ദിപ്പെടുകയും ഓർത്ത് ജീവിക്കുകയും ചെയ്യുന്നവർക്ക് അതെല്ലാം ഒന്നായി കാണുവാനും ഒന്നായ ഗുരുവിനെ ഒന്നായി ആത്മാവിൽ അനുഭവിക്കുവാനും ആനന്ദിക്കുവാനും കഴിയും. ആ വിധത്തിൽ ആനന്ദമായി ജീവിക്കുവാൻ നിങ്ങളെല്ലാം ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അത്ഭുതകരമായി നടത്തപ്പെട്ട ജന്മനക്ഷത്ര മഹോത്സവം പരമാത്മാവാകുന്ന പരമഗുരുവിന്റെ കാരുണ്യം മാത്രമാണെന്ന് ചിന്തിച്ചുകൊണ്ട് എല്ലാവരും നന്ദിപ്പെട്ട് ജീവിതം ചെയ്യുക. അടുത്തതായി നടക്കാനിരിക്കുന്ന മഹാസമാധി ദിനാചരണം 21-ാം തീയതി വെള്ളിയാഴ്ച അത്യനുഗ്രഹമായ നിലയിൽ ഭക്തി നിർഭരമായ നിലയിൽ നടത്തപ്പെടുവാൻ ഓർമ്മയായി, ശ്രദ്ധയായി, ഭക്തിയായി ജഗദീശ്വരൻ നിങ്ങളിലെല്ലാം നിറഞ്ഞു വാഴുമാറാകട്ടെ. നിഷ്കാമ കർമ്മത്തിന്റെ ഉന്നത ധീരതയായി ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന ഉന്നതമായ ഒരു ആത്മാവ്, പുണ്യാത്മാവ്, മഹാത്മാവായിരുന്നു സദാനന്ദ ഗുരുദേവൻ. ആ തിരുവുടൽ മാറ്റത്തെയാണ് 21-ാം തീയതി നമ്മൾ സമാധിനമായി ആചരിക്കുന്നത്. ആ ധീരതയും നിഷ്കളങ്ക ഭക്തിയും നാവ് കൊണ്ട് വർണ്ണിച്ചാൽ പോരാ, അതിൽ നിന്ന് ലഭിക്കുന്ന പുണ്യതകളെ നിറച്ചുകൊണ്ട് ഈ വ്രതാനുഷ്ഠാനത്തോടുകൂടി ആ ദിനം നന്ദിപ്പെട്ട് ജീവിക്കേണ്ടതാണ്. അങ്ങനെ ജീവിക്കുവാൻ എല്ലാവരും തയ്യാറാവുക. അത് കഴിഞ്ഞ് 23-ാം തീയതി ഞായറാഴ്ച 118-ാമത് പൂരാടൻ ജന്മനക്ഷത്ര മഹോത്സവമാണ്. ആ ഗുരുവിനെ മാത്രം സർവസ്വമായി കരുതി ആ ഉന്നതമായ മഹാത്യാഗം അനുഷ്ഠിച്ച് ജീവിതം ചെയ്ത ആ പുണ്യപുരുഷോത്തമന്റെ ജന്മനക്ഷത്രം ആനന്ദകരമായി നടത്തപ്പെടുവാൻ മഹാശക്തി എല്ലാം ഒരുക്കി നിങ്ങൾക്കായി ദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവരും എത്തിച്ചേരുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അത് കഴിഞ്ഞാണ്
കഴിഞ്ഞാണ് നമ്മുടെ 143ാമത് പൂരം ജന്മനക്ഷത്രം വരുന്നത്. 143ാമത് പൂരം ജന്മനക്ഷത്രം വരുന്നത് ഏപ്രിൽ മാസം 28-ാം തീയതി ആദർശ കൊടി ഉയർത്തി. ഏപ്രിൽ മാസം 28-ാം തീയതി ആദർശ കൊടി ഉയർത്തി. മെയ് മാസം 7-ാം തീയതി പൂരം ജന്മനക്ഷത്ര ദിനം വരെ മെയ് മാസം 7-ാം തീയതി പൂരം ജന്മനക്ഷത്ര ദിനം വരെ ഉന്നതമായ പരിപാടികളോടുകൂടി എല്ലാം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സർവപ്രകൃതികളും അതിന് തുണയായി നിൽക്കുമാറാകട്ടെ. സർവദേവീ ദേവന്മാരും തുണയായി നിൽക്കട്ടെ. സർവദൂത പരമ്പരകൾ തുണയായി നിൽക്കട്ടെ. സർവരാജ്യങ്ങൾ ഒരുക്കപ്പെടട്ടെ. സർവഭവനങ്ങൾ ഒരുക്കപ്പെടട്ടെ. സർവവീഥികൾ ഒരുക്കപ്പെടട്ടെ. സർവഹൃദയങ്ങൾ ഒരുക്കപ്പെടട്ടെ. ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം. ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ പൂരമായി ആഘോഷിക്കാം. ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം. സർവജ്ഞാനോത്സവത്തെ പൂരമായി ആഘോഷിക്കാം. ജന്മിയാം സദ്ഗുരുവിൻ തിരുവാവതാര ദിനവും ജന്മിയാം സദ്ഗുരുവിൻ തിരുവാവതാര ദിനവും സർവജ്ഞാനോത്സവമായ ആത്മാവിൽ ആഘോഷിക്കാം. ജന്മിയാം സദ്ഗുരുവിൻ തിരുവാവതാര ദിനവും സർവജ്ഞാനോത്സവമായി ആത്മാവിൽ ആഘോഷിക്കാം. ദേവന്മാർ ദൂതന്മാർ ഒത്തു ചേർന്നു ഒരുങ്ങി. ദേവന്മാർ ദൂതന്മാർ ഒത്തു ചേർന്നു ഒരുങ്ങി. സർവജ്ഞാനോത്സവത്തെ ആത്മാവിൽ ആഘോഷിക്കാം. ദേവന്മാർ ദൂതന്മാർ ഒത്തു ചേർന്നു ഒരുങ്ങി. സർവജ്ഞാനോത്സവത്തെ ആത്മാവിൽ ആഘോഷിക്കാം. സർവപ്രകൃതികളും ഒന്നായി ഒരുങ്ങി നിന്ന് സർവപ്രകൃതികളും ഒന്നായി ഒരുങ്ങി നിന്ന് സർവജ്ഞാനോത്സവത്തെ ആത്മാവിൽ ആഘോഷിക്കാം. സർവപ്രകൃതികളും ഒന്നായി ഒരുങ്ങി നിന്ന് സർവജ്ഞാനോത്സവത്തെ ആത്മാവിൽ ആഘോഷിക്കാം. മർത്യകുലങ്ങളങ്ങു ഒന്നായി ചേർന്നു നിന്ന് മർത്യകുലങ്ങളങ്ങു ഒന്നായി ചേർന്നു നിന്ന് സർവ
ചെയ്യാം. പരമാത്മാവോടു ചേർന്നു ആനന്ദ നൃത്തം ചെയ്യാം. ആനന്ദ ഗീതം പാടാം, ആനന്ദ ഗീതം പാടാം. ആനന്ദ ഗീതം പാടാം, ആനന്ദ ഗീതം പാടാം. പരമാത്മാവ് അനുവദിച്ച ആനന്ദ ഗീതം പാടാം. ആനന്ദ ഗീതം പാടാം, ആനന്ദ ഗീതം പാടാം. പരമാത്മാവ് അനുവദിച്ച ആനന്ദ ഗീതം പാടാം. ആടിയും പാടിയും അങ്ങ് ആനന്ദിച്ചൊന്നു ചേരാം. ആടിയും പാടിയും പാടിയും അങ്ങ് ആനന്ദിച്ചൊന്നു ചേരാം. ആടിയും പാടിയും അങ്ങ് ആനന്ദിച്ചൊന്നു ചേരാം. ആടിയും പാടിയും അങ്ങ് ആനന്ദിച്ചൊന്നു ചേരാം. ആടിയും പാടിയും അങ്ങ് ആനന്ദിച്ചൊന്നു ചേരാം. പരമാത്മാ ജന്മദിനം ആനന്ദമാക്കി മാറ്റാം. ആടിയും പാടിയും അങ്ങൊന്ന് പരമാത്മാ ജന്മദിനം ആനന്ദമാക്കി മാറ്റാം. ആടിയും പാടിയും അങ്ങ് ആനന്ദിച്ചൊന്നു ചേരാം. പരമാത്മാ ജന്മദിനം ആനന്ദമാക്കി മാറ്റാം. ആ ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം. ആനന്ദ ഗീതം പാടാം, ആനന്ദ ഗീതം പാടാം. ആനന്ദ ഗീതം പാടാം, ആനന്ദ ഗീതം പാടാം. പരമാത്മാവ് അനുവദിച്ച ആനന്ദ ഗീതം പാടാം. ആനന്ദ നൃത്തം ചെയ്യാം, ആനന്ദ നൃത്തം ചെയ്യാം. ആനന്ദ നൃത്തം ചെയ്യാം, ആനന്ദ നൃത്തം ചെയ്യാം. പരമാത്മാവോടു ചേർന്നു ആനന്ദ നൃത്തം ചെയ്യാം. ആനന്ദ നൃത്തം ചെയ്യാം, ആനന്ദ നൃത്തം ചെയ്യാം. പരമാത്മാവോടു ചേർന്നു ആനന്ദ നൃത്തം ചെയ്യാം. ആടിയും പാടിയും അങ്ങ് ആനന്ദിച്ചൊന്നു ചേരാം. 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 പരമാത്മാ ജന്മദിനം ആനന്ദമാക്കി മാറ്റാം. ആ ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം. ഉത്സവം ആഘോഷിക്കാം, ജ്ഞാനോത്സവം ആഘോഷിക്കാം.
ചേരാം. ആടിയും പാടിയും അങ്ങ് ആനന്ദിച്ചൊന്നു ചേരാം. പരമാത്മ ജന്മദിനം ആനന്ദമാക്കി മാറ്റാം. പരമാത്മ ജന്മദിനം ആനന്ദമാക്കി മാറ്റാം. എല്ലാം ഒരുങ്ങട്ടെ, സർവപ്രകൃതികളും ഒരുങ്ങട്ടെ, സർവദൂതന്മാരും ഒരുങ്ങട്ടെ, സർവദേവീദേവന്മാരും ഒരുങ്ങട്ടെ, സർവമാനവ ലോകവും ഒരുങ്ങട്ടെ, സർവശക്തി നിറഞ്ഞു നിന്നുകൊണ്ട് മഹാപൂരം നടത്തട്ടെ, സർവാത്മാക്കൾക്കും ആനന്ദമായി ഭവിക്കട്ടെ. ഉന്നതമായി, അത്യുന്നതമായി, പരമോന്നതമായി, മഹോന്നതമായി സർവ്വതും നടത്തുവാൻ മഹാശക്തി നിറഞ്ഞു വാഴുമാറാകട്ടെ. മഹാശക്തി